എന്റെ പൊന്നുത്തമ, ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നെ കൊണ്ട് ഇങ്ങനെ പെണ്ണ് കാണാൻ നടക്കുന്നതല്ലാതെ നിന്റെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കൊരു കാര്യം അറിയോ? നിനക്ക് വേണ്ടി പെണ്ണ് നോക്കി എനിക്കിപ്പോ എന്റെ പിള്ളേരെ നോക്കാനുള്ള സമയമില്ല. കണ്ടോ, എനിക്കൊന്നും എന്നോട് പറയാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും അവനൊക്കെ ദേഷ്യം വന്ന് പല്ലങ്ങ് കടിക്കും. ദേഷ്യം വന്ന് പല്ല് കടിച്ചല്ലേ ഞാനത്? പിന്നെ ഇപ്പൊ പെണ്ണ് കാണാൻ പോയ വീടില്ലയോ, അവിടുത്തെ ഒരു അരിമുറുക്ക് എടുത്തിട്ട് പോക്കറ്റ് ഇട്ട് അത് ഞാൻ ചവച്ച ശബ്ദമാണ് കേട്ടത്. എന്റെ ഉത്തമ, ഈ പെണ്ണ് കാണാൻ നടക്കുന്നത് അരിമുറുക്കും വറുത്തതും പൊരിച്ചതും തിന്നാനാണോ? ഇങ്ങനെയാന്ന് നീ കൊളസ്ട്രോൾ വന്ന് ചാവത്തേ ഉള്ളൂ. ഈ ചടങ്ങ് നടന്നേനെ, ഈ പെണ്ണ് സമ്മതിച്ചേനെ. ഇവന്റെ ഒരു ഒറ്റ കാരണമാണ് ഇത് മുടങ്ങിയത്. ഞാൻ ഒറ്റ കാരണമൊന്നുമല്ല. ആ പെണ്ണിന്റെ അച്ഛൻ എന്തോ വർത്തമാനം എന്നോട് പറഞ്ഞത്. പെണ്ണിന്റെ അച്ഛൻ വർത്തമാനം പറയടാ. ആ പെണ്ണ് ചായയും ബിസ്ക്കറ്റുമായിട്ട് വന്നപ്പോ നീ എന്തുവാ കാണിച്ചത്? ഞാൻ ആ ബിസ്ക്കറ്റ് എടുത്തിട്ട് പെണ്ണിന്റെ മുഖത്തോട്ട് നോക്കി ചായക്കകത്ത് മൂക്കി പിടിച്ചു. ആ ബിസ്ക്കറ്റ് കൂന്ന് ചായക്കകത്ത് വീണു. ഞാൻ അത് ഇങ്ങനെ കൈ കൊണ്ട് കറക്കിട്ട് കുടിച്ചു. കുടിച്ചപ്പോ ആ പെണ്ണിന്റെ തന്ത എന്താ എന്നോട് പന്നവർത്താനം പറഞ്ഞത്? എന്തോ അച്ഛൻ പറഞ്ഞത് നീ തന്നെ പറ. പക്വതയില്ലാത്ത കിണുങ്ങാമണിയെ എന്റെ കൊച്ചിനെ കല്യാണം കഴിച്ച് കൊടുക്കത്തില്ലെന്ന്. എന്റെ പൊന്നു കുഞ്ഞെ, ഈ കല്യാണം നടന്നായിരുന്നെ ആ വീട്ടുകാരൻ നിനക്ക് എന്തോരം ബിസ്ക്കറ്റ് മേടിച്ച് തന്നേനെ. പിന്നെ എന്നും അവരെ വീട്ടിൽ പോയി ബിസ്ക്കറ്റ് തിന്നാൻ അവര് വളർത്തുന്ന പട്ടിയാണോ ഞാന്? നിന്നെ കൊണ്ട് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പെണ്ണ് കാണാൻ കൊണ്ട് നടക്കുന്നതിന് നാട്ടുകാരിപ്പോ എന്തോ പറയുന്നതെന്ന് അറിയാവോ? എന്തുവാ? നീ ഞാനിപ്പോ രാവിലെ കറക്കവാന്ന്. കല്യാണം നടക്കാത്ത അങ്ങോട്ട്. നിന്റെ അച്ഛനാണെങ്കിൽ എന്റെ പുറകിന് നടക്കുക. ചുമ്മാ അല്ല ഞങ്ങളുടെ അച്ഛൻ പണിക്ക് പോയിട്ട് പൈസ കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് തരാത്തത്. ഞാൻ ഞങ്ങളുടെ അമ്മോട് പറയുന്നത്. ഞങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ പുറകെ നടക്കുന്ന കാര്യം ഞാൻ ഞങ്ങളുടെ അമ്മോട് പോയി പറയും. അങ്ങനാണോ? നിന്റെ അച്ഛനും നിന്റെ അമ്മയും എന്റെ പുറകിൽ നടക്കുവാ നിന്നെ ഒന്ന് കെട്ടിക്കാന്. പിന്നെ ഞാൻ കയറഴിച്ച് കിടക്കുന്ന കാളയില്ല എന്നെ പിടിച്ച് കെട്ടാൻ വേണ്ടി. നിന്നെ കല്യാണം കഴിപ്പിക്കാനെന്ന്. കഴിഞ്ഞ ഇടയ്ക്ക് ആ ചാരുമൂട്ടി പെണ്ണ് കാണാൻ ചെന്നപ്പോ നീ ആ പെണ്ണിനോട് എന്താ വർത്താനോ പറഞ്ഞത്? ചേച്ചിയല്ലേ പറഞ്ഞ ചായ കുടിച്ച് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും കൂടെ 5 മിനിറ്റ് സംസാരിക്കാനൊക്കെ. അതൊരു നാട്ടു നടപ്പ് അനുസരിച്ച് ചെറുക്കനും പെണ്ണ് സംസാരിക്കാൻ 5 മിനിറ്റ് സമയം തരും. അന്നേരം നീ ആ പെണ്ണിനോട് എന്തുവാ പറഞ്ഞാ ചോദിച്ചത്? ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു നമ്മുടെ കല്യാണം കഴിയുവാണെങ്കിൽ നമുക്ക് 4 പിള്ളേർ വേണമെന്ന് പറഞ്ഞു. ഉടനെ ആ പെണ്ണ് എന്നോട് പറയുവാ എന്റെ 2 പിള്ളേരെ നോക്കാൻ നേരമില്ല, പിന്നെ ഇയാളെ 4 പിള്ളേരെ നോക്കുന്നതെന്ന്. അത് അവക്കൊരു അബദ്ധം പറ്റിയതാ. ഇതേ വഴിയൊക്കെ പോകുമ്പോ വേറെ തട്ടുന്ന പോലെ 2 പിള്ളേരുണ്ടാതെ പോറ്റാ പറയുന്നത്. അതങ്ങ് പോട്ടെ. നിന്റെ അമ്മ തന്നെ നിന്റെ കല്യാണം മുടക്കില്ലയോ? ചങ്ങനാശ്ശേരി ചെന്നപ്പം ആ പെണ്ണ് എന്നോട് ചോദിച്ചു ചേട്ടാ നിങ്ങളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടോ, മിക്സി ഉണ്ടോ, മുറ്റം തൂക്കുന്ന മെഷീൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മയുണ്ടെന്ന്. അങ്ങനെയാണോ പറയേണ്ടത്? എടാ, നീ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണ് വേണം നിന്റെ അമ്മയും പൊന്നുപോലെ നോക്കാൻ, അല്ലാതെ വേലക്കാരിയായിട്ടല്ല നിർത്തേണ്ടത്. അതൊക്കെ നീ എന്റെ വീട്ടിൽ വരണമായിരുന്നു. എന്റെ അമ്മായിയമ്മ ഞാൻ പൊന്നു പോലെ നോക്കിയത്. ചാവാറായി കിടന്നപ്പോ എന്റെ അമ്മായിയമ്മ പറഞ്ഞു മോളെ ശാന്തേ നീ ഇച്ചിരി കാപ്പി എത്തിക്കൊണ്ട് വാ. ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വന്ന് ഒരു തോടം കാപ്പി കുടിച്ചതുമല്ല. എന്റെ അമ്മായിയമ്മ ഈ ലോകത്ത് നിന്ന് എന്ന് നീക്കുമായിട്ട് വിട വാങ്ങി. സ്വന്തം അമ്മായിയമ്മയ്ക്ക് കടങ്കാപ്പിക്കകത്ത് വിഷം കലക്കി കൊടുത്ത് കൊന്നിട്ട് എല്ലാലേക്കും വിട വാങ്ങിയെന്ന്. അവര് ജീവിച്ചിരുന്നപ്പോ അവർക്ക് നല്ല ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അവർ ഇന്നും നല്ല ആരോഗ്യത്തോടെ നടന്നേനായിരുന്നു അറിയോ? ആയ കാലത്ത് അവരെന്നോടെടുത്ത പോരെ എന്റെ പൊന്നുത്തമ്മ, നിന്നോട് പറയാതിരിക്കും ആ ഭേദം. അയ്യോ, ഇപ്പൊ മനസ്സിലായി അമ്മാമ്മയും മരുമോളും തമ്മിലുള്ള സ്നേഹബന്ധം. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ള പെണ്ണുങ്ങളെല്ലാം ഇതേ രീതിയിലായിരിക്കും ജീവിക്കുന്നത്. അങ്ങനെ നീ പറയല്ലേ. ഞാൻ കല്യാണം കഴിച്ചു കൊടുത്ത പെണ്ണുങ്ങളെല്ലാം സന്തോഷമായിട്ട് ജീവിക്കുക. ഈ പെണ്ണുങ്ങൾക്കൊന്നും നാണമില്ലയോ ഇത്തരം പെണ്ണുങ്ങൾ സ്വന്തം ഭർത്താക്കന്മാരെ കളഞ്ഞിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ? അതല്ലെന്ന് സുഖമായിട്ട് ജീവിക്കുവാന്ന്. കുറച്ചു മുമ്പ് പറഞ്ഞു സന്തോഷമായിട്ടാണ്, ഇപ്പൊ പറഞ്ഞു സുഖമായിട്ടാണ് ജീവിക്കുന്നത്. തലമുടി കൂടെ പഞ്ചായത്ത് റോഡ് വെട്ടിയവനെ അതാണോ ഞാൻ പറഞ്ഞത്? അവര് അല്ലല്ലാതെ സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുവാന്നാ പറഞ്ഞത്. അത് മാത്രമല്ല, അവരിപ്പോ എവിടാന്നറിയാവോ? കുറെ ആൾക്കാർ ഓസ്ട്രേലിയ, കുറെ ആൾക്കാർ കാനഡ, കുറെ ആൾക്കാർ അമേരിക്കയില്. നിങ്ങൾ അവരെ കല്യാണം നടത്തി കൊടുക്കുമായിരുന്നു, അവരെ എന്നേക്കുമായി കേരളത്തിൽ നിന്ന് നാട് കടത്തുമായിരുന്നു. നീ എന്നെ കളിയാക്കരുത്. ഇത് ഞങ്ങൾ ഇന്നലെ ഇന്നുമായിട്ട് തുടങ്ങിയ തൊഴിലൊന്നുമല്ല, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന തൊഴിലാ. നിനക്കറിയാവോ, എന്റെ വല്യച്ഛനാ നിന്റെ കുഞ്ഞമ്മയുടെ കല്യാണം നടത്തി കൊടുത്തത്. അതിരിക്കട്ടെ, നിന്റെ കുഞ്ഞമ്മ ഇപ്പൊ എവിടാ? ഒന്നും പറയണ്ട, ഈശ്വരൻ വിളിച്ചപ്പോ കുഞ്ഞമ്മ അങ്ങ് പോയി. വിഷമിക്കണ്ട, മനുഷ്യന്റെ കാര്യമൊക്കെ അത്രയേ ഉള്ളൂ. ഇന്നിപ്പോ എന്നെ ഈശ്വരൻ വിളിച്ചാൽ എനിക്കും അങ്ങ് പോണം. അതൊക്കെ വിധിയാന്ന്. ഇപ്പൊ അവരെന്തുവായാലും സ്വർഗത്തിൽ ഇപ്പൊ സുഖമായിട്ട് ജീവിക്കുവേ. സ്വർഗത്തിലല്ല, പാതാളത്തിലാ. പാതാളത്തിലോ? കളമശ്ശേരിക്ക് അടുത്തുള്ള പാതാളം എന്ന സ്ഥലത്തെ കുഞ്ഞമ്മ തട്ടുകയറിയിട്ടുണ്ട്, അവിടെ ജീവിക്കുക. അപ്പൊ ഈശ്വരൻ വിളിച്ചെന്ന് പറഞ്ഞതോ? ചിറ്റപ്പനോട് തട്ടിന്റെ പണിക്ക് വന്ന ഈശ്വരമുള്ള വിളിച്ചപ്പോ അങ്ങനെ പുറയിലാ കുഞ്ഞമ്മ ഇറങ്ങിപ്പോയത് അറിയാവോ? എന്റെ കുഞ്ഞമ്മ പോയ വിഷമത്തിൽ ഇപ്പൊ കൊച്ചച്ഛൻ ഇങ്ങനെ ഇരിക്കുവായിരിക്കും. മോശം വാക്കല്ല, മുതിർന്ന പൗരൻ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ പറ്റി പറയുന്നതാ. മൊബൈൽ എന്റെ ആയിപ്പോ ഞാൻ മൊബൈലിൽ ഞാൻ എടുത്തെറിഞ്ഞാണ് കേട്ടോ. 20 വർഷം കഴിഞ്ഞതേ ഉള്ളൂ, 40 വയസ്സായിട്ട്. എന്നോട് ചോദിക്കാവോ? വേറെ ഞാൻ തലേ കൈ വെച്ച് വിളിച്ചോണ്ടല്ലോ അവരുടെ ജോലി അതല്ലേ? എവിടേക്കാ പോകുന്നേ? ഞാൻ വഴക്കുണ്ടാക്കി
സങ്കടം വരും ഞാൻ പറഞ്ഞ കേട്ടാ ഇല്ലേ അമ്മച്ചി